വളരെ പച്ചയായിട്ടുള്ള വോട്ട് കൈമാറ്റവും കച്ചവടവുമാണ് ആറ്റിങ്ങൽ നടന്നിട്ടുള്ളത്. UDFന് അവിടെ ആകെ കിട്ടിയത് 24 വോട്ടാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ വോട്ട് പോലും കിട്ടിയിട്ടില്ല. ആറ്റിങ്ങലിലെ വോട്ടർമാരോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപമാനമാണ്, ചതിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 7 സീറ്റിലാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചത്. 1 സീറ്റ് നമ്മൾ 1 വോട്ടിനാണ് പാർട്ടി പരാജയപ്പെട്ടത്. 10 സ്ഥലങ്ങളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. ഇതാണ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഒരു ചിത്രം. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ചില വസ്തുതകൾ ഈ നാട്ടിലെ വോട്ടർമാർ അറിയേണ്ടതും അതറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം. ഇക്കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ആറ്റിങ്ങൽ നഗരസഭയുടെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതായത് ആറ്റിങ്ങൽ നഗരസഭ BJP പിടിക്കാൻ വേണ്ടി പാടില്ല, BJP ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി LDFും UDFും CPMും കോൺഗ്രസും അവർ തമ്മിൽ വലിയ രാഷ്ട്രീയ ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പകൽ പോലെ വ്യക്തമാണ്. ഈ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരിടത്തും നടക്കാത്ത രീതിയിൽ അത്രയും പരസ്യമായിട്ടാണ് LDFും UDFും തമ്മിൽ വോട്ട് കൈമാറ്റം ആറ്റിങ്ങൽ നഗരസഭയിൽ ചെയ്തിട്ടുള്ളത്. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കിയതാണ്, ജനാധിപത്യത്തെ അപമാനിക്കലാണ്. വളരെ പച്ചയായിട്ടുള്ള വോട്ട് കൈമാറ്റവും കച്ചവടവുമാണ് ആറ്റിങ്ങൽ നടന്നിട്ടുള്ളത്. ഇതിന് പിറകിൽ വലിയ ഡീലുണ്ട്. അത് എന്താണെന്ന് UDF LDF നേതൃത്വം ജനങ്ങളോട് പറയാൻ വേണ്ടി തയ്യാറാകണം. കേവലം വോട്ട് കൈമാറ്റമല്ല നടന്നിട്ടുള്ളത്, വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ട് കച്ചവടവുമാണ് ആറ്റിങ്ങൽ നടന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP ജയിക്കാൻ സാധ്യതയുള്ള ചില വാർഡുകളിൽ അവിടെ വളരെ പരസ്യമായി തന്നെ UDF കോൺഗ്രസ് വോട്ട് CPMന് കൈമാറ്റം ചെയ്തു. ഇത് വളരെ വ്യക്തമാണ്, ഉദാഹരണ സഹിതം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിനുള്ള ഗൂഢാലോചനയും അതുപോലെ തന്നെ ഇതിൻ്റെ ലാഭവും എന്താണെന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി ഈ നേതൃത്വം തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു. 1-2 ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. എല്ലാ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഇവർക്കത് ചേരുന്ന വാക്കല്ല. രാഷ്ട്രീയ ധാർമ്മികത എല്ലാം കാറ്റിൽ പറത്തി എല്ലാ മൂല്യങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ പച്ചയായിട്ടുള്ള വോട്ട് കച്ചവടം നടന്നിട്ടുള്ളത് ആറ്റിങ്ങൽ നഗരസഭയിൽ. അതിൽ 5ാം വാർഡ് കരിച്ചിയിൽ 2020 5ാം വാർഡ് കരിച്ചിയിൽ BJP തോൽക്കുന്നത് വെറും 51 വോട്ടിനാണ്. മാധ്യമപ്രവർത്തകർക്കറിയാം, വെറും 51 വോട്ടിനാണ് ഞങ്ങൾ അവിടെ തോക്കുന്നത്. 2020 അവിടെ ജയറാം CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 280 വോട്ടാണ് അവിടെ കിട്ടി. BJPയുടെ ജീവൻലാൽ ഈ ഇരിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് അന്ന് അവിടെ മത്സരിച്ചത്. 290 വോട്ടാണ് അന്ന് ജീവൻലാൽ അവിടെ പിടിച്ചത്. അന്ന് ഒരു പ്രശാന്തൻ, അദ്ദേഹമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചത്. പ്രശാന്തൻ, അദ്ദേഹത്തിന് കിട്ടിയത് 242 വോട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് അവിടെയാണ്. 242 വോട്ട് ഈ 5ാം വാർഡ് കരിച്ചിയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിടിച്ചിരുന്നു. ഇത്തവണ അവിടുത്തെ വോട്ട് തന്നെ നോക്കുന്ന സമയത്ത് UDFന് കിട്ടിയത് 24 വോട്ടാണ്. BJP അവിടെ തോൽക്കുന്നത് 51 വോട്ടിനാണ്. BJP തോക്കുന്നത് 51 വോട്ടിനാണ്. UDFന് അവിടെ ആകെ കിട്ടിയത് 24 വോട്ടാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ല, അവരുടെ വീട്ടുകാരുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 2020 ആ വാർഡിൽ പിടിച്ച വോട്ട് 267 267 വോട്ട് 2020 തച്ചൂർക്കുന്ന വാർഡ് തങ്കമണി എസ് എന്ന് പറയുന്ന ഒരു പേര്, തങ്കമണി എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചിരുന്നു. ഇപ്പോൾ കിട്ടിയ വോട്ട് LDFന് 392, BJPക്ക് 303, UDFന് 30. ഈ 267 വോട്ട് എങ്ങനെയാണ് 30 വോട്ടായത്? UDFന്റെ നേതൃത്വം മറുപടി പറയേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളോട്, ഈ നാട്ടിലെ വോട്ടർമാരോട് UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ മറുപടി പറഞ്ഞേ മതിയാവൂ. ഏറ്റവും വലിയ പച്ചയായിട്ടുള്ള വോട്ട് കച്ചവടമാണ് ആറ്റിങ്ങൽ നടന്നിരിക്കുന്നത്. ഇതിന്റെ ഡീലിന് പിന്നെ ലക്ഷങ്ങളുടെ പണമിടപാട് നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സാമ്പത്തിക ഇടപാട് ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് ലക്ഷങ്ങളുടെ, അല്ലാതെ ഈ ഡീല് നടക്കില്ല. 267 വോട്ട്
കോൺഗ്രസ് പിടിച്ച വാർഡിൽ ഇപ്പോൾ കിട്ടിയത് 30 വോട്ടാണ്. അതായത് ഒരു പ്രവർത്തനം നടന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. വെറുതെ നിന്നാലും കോൺഗ്രസിന് 30 വോട്ട് കിട്ടും. ഏത് പാർട്ടിലും, ആറ്റിങ്ങൽ ഏത് പാർട്ടിലും 30 വോട്ട് കിട്ടാത്തത് കോൺഗ്രസിന്? എത്ര പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇവിടുത്തെ. അപ്പോൾ വളരെ ആസൂത്രിതമായി വോട്ട് മറിച്ചിരിക്കണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവും LDF നേതൃത്വവും അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാക്കണം. ഏറ്റവും പച്ചയായിട്ടുള്ള വോട്ട് കച്ചവടമാണ് ഇവിടെ ഈ വാർഡിൽ നടന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾ തോൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ 89 വോട്ടിനാണ്. CPM-ന് കോൺഗ്രസ് ഇത്രയും വോട്ട് അവിടെ കൈമാറ്റം ചെയ്യുമ്പോൾ വെറും 89 വോട്ടിനാണ് ഞങ്ങളിവിടെ തോക്കുന്നത്. ഈ 2 വാർഡുകളിലും ഏറ്റവും പരസ്യമായി തന്നെയാണ് CPM-ന് വേണ്ടി കോൺഗ്രസ് വോട്ട് മറിച്ചത്. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പോലും ഈ വോട്ട് അവിടെ ചെയ്തിട്ടില്ല. പുതുതായി ചേർത്ത വോട്ടിന്റെ കണക്കെടുക്കണം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, റീസണബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ചേർത്ത വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, പാർട്ടികളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ, നേതാക്കന്മാരുടെ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ വോട്ട് വേരിയേഷൻ ഉണ്ടാകും. പക്ഷേ ഇത് വോട്ട് വേരിയേഷൻ എന്ന് പറയാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. 242 വോട്ട് എങ്ങനെ 24 വോട്ടാകും? അപ്പോൾ ഒരു പ്രവർത്തനവും നടന്നില്ല എന്നാണ്. വോട്ട് കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ്, ഒരു പ്രവർത്തനമാണ് നടന്നില്ല. 267 വോട്ട് എങ്ങനെ 30 വോട്ടായി മാറും? അതും ഒരു കാരണവശാലും വരാൻ പാടില്ലല്ലോ. അവിടെ 5 പ്രവർത്തകരുണ്ടെങ്കിൽ 5 പ്രവർത്തകരും അവരുടെ വീട്ടുകാർ വോട്ട് ചെയ്താൽ 30 വോട്ടാവില്ലേ? അപ്പോൾ ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയും വോട്ട് കൈമാറ്റവുമാണ് ആറ്റിങ്ങലിൽ നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാമത്ത് അവർക്ക് 64 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 9-ാം വാർഡിൽ ഗ്രാമത്തിൽ അവർക്ക് 64 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ടൗൺ വാർഡിൽ, നമ്മുടെ ഇവിടുത്തെ ടൗൺ വാർഡിൽ LDF ജയിക്കുന്നത് 47 വോട്ടിനാണ്. അടുത്ത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം നടന്ന വാർഡാണ്. 47 വോട്ടിനാണ് അവിടെ LDF ജയിക്കുന്നത്. UDF മുമ്പ്, അതായത് കഴിഞ്ഞ 2020 UDF-ന്റെ RSP നിന്നപ്പോൾ അവർക്ക് 164 വോട്ട് അന്ന് കിട്ടിയിരുന്നു. RSPക്ക് കൈപ്പത്തി ചിഹ്നത്തിലല്ല. CPM-ന് അവിടെ 303 കിട്ടി. അന്ന് നമുക്ക് അവിടെ BJPക്ക് 247 കിട്ടി. ഇപ്പോൾ UDF-ന് അവിടെ കിട്ടിയിരിക്കുന്നത് 61 വോട്ടാണ്. UDF-ന് വെറും 61 വോട്ടാണ് ആ വാർഡിൽ കിട്ടിയിരിക്കുന്നത്. അവിടെ CPM ജയിക്കുന്നത് 47 വോട്ടിനാണ്. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ട് തീരുന്നില്ല. അടുത്ത് 3-ാം വാർഡിൽ പൂവമ്പാറ, നമ്മൾ ജയിച്ച വാർഡാണ്, പക്ഷെ അവിടെ നടത്തിയിട്ടുണ്ട്. 3-ാം വാർഡിൽ പൂവമ്പാറയിൽ അവിടെ കഴിഞ്ഞ തവണ 177 വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്നു. ഇത്തവണ അത് 80 താഴെയാണ്. പക്ഷെ ഞങ്ങളവിടെ വിജയിച്ചു. ഇതിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവിടെ പറ്റി. BJP നഗരസഭാ ഭരണം പിടിക്കുമായിരുന്നു. 12-13 സീറ്റ് വന്നിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ ഉറപ്പായും ഇവിടെ ഭരിക്കാൻ BJP കഴിയുമായിരുന്നു. അപ്പോൾ വളരെ വളരെ ആസൂത്രിതമായിട്ട് BJP ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഗൂഢാലോചന നടത്തി, ഡീലുണ്ടാക്കി വോട്ട് കൈമാറ്റം ചെയ്യലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിന് UDF-ന്റെയും അതുപോലെ തന്നെ LDF-ന്റെയും ജില്ലാ നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ജനാധിപത്യത്തെ അപമാനിക്കലാണ്. ആറ്റിങ്ങലിലെ വോട്ടർമാരോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപമാനമാണ്, ചതിയാണ്. ഇതിന് CPM-ഉം കോൺഗ്രസും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം ജനങ്ങളോട്. ഈ കൂട്ടുകെട്ടിന്, ഈ രാഷ്ട്രീയ അധാർമികമായിട്ടുള്ള ഈ കൂട്ടുകെട്ടിന് ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ വേണ്ടി ഇവർ തയ്യാറാണ്.